ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗൈഡ് ഫോർ കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് 12ൻ്റെ ചാപ്റ്റർ 3 ആയിട്ടുള്ള ഇലക്ട്രോ കെമിസ്ട്രിയുടെ പാർട്ട് 4 വീഡിയോ ആണ് കേട്ടോ ചെയ്യണേ. അപ്പോൾ ഇതുവരെയുള്ളതിൽ നമ്മൾ ബേസിക്സ് പറഞ്ഞു അല്ലേ. ഇനിയാണ് നമ്മൾ ചാപ്റ്ററിലേക്ക് കിടക്കാൻ പോകുന്നത്. അതിലൊരു മെയിൻ ടോപ്പിക്കാണ് എന്ത് പറഞ്ഞാൽ ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സെൽ അല്ലെങ്കിൽ ഗാൽവാനിക് സെൽ എന്ന് പറയും. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് ആദ്യം തന്നെ എന്താണ് ഈ ഗാൽവാനിക് സെൽ എന്ന് മനസ്സിലാക്കാം. ഗാൽവാനിക് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കെമിക്കൽ എനർജി ഉണ്ടല്ലോ, അത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ടഡ് ആവുകയാണ്. ഓക്കെ, കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ടഡ് ആവുകയാണ്. അപ്പോൾ അതെങ്ങനെ കൺവേർട്ട് ആവുമെന്നുള്ളതാണ് നമ്മളൊക്കെ പഠിക്കാനുള്ളത്. ആ കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ടായി വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിഡോക്സ് റിയാക്ഷൻ നടക്കുന്നതുകൊണ്ടാണ് കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ആവുന്നത്. അപ്പോൾ എന്താണ് ഈ സ്പോണ്ടേനിയസ് റിഡോക്സ് റിയാക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ എന്താ, പെട്ടെന്ന് നടക്കുന്നത്, സഡൻ ആയിട്ടുള്ളത്. റിഡോക്സ് റിയാക്ഷൻ എന്താ, റിഡക്ഷനും ഓക്സിഡേഷനും ഒരുമിച്ച് നടക്കുന്ന പ്രോസസ്സ് അല്ലേ. അപ്പോൾ സഡൻ ആയിട്ടുള്ള ഒരു റിഡോക്സ് റിയാക്ഷൻ നടക്കുന്നത് കൊണ്ടാണ് ഈ കെമിക്കൽ എനർജി എന്തായിട്ട് മാറുന്നത്, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നത്. ആൻഡ് ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ഒരു ഇലക്ട്രോ കെമിക്കൽ അത് നടക്കുന്ന ഒരു സംഭവത്തിനെയാണ് പറയുക എന്ത്, ഇലക്ട്രോ കെമിക്കൽ സെൽ ഇലക്ട്രോ കെമിക്കൽ സെൽ അല്ലെങ്കിൽ ഗാൽവാനിക് സെൽ എന്ന് പറയാം. അപ്പോൾ ഇനി നമ്മൾ ഈ ഗാൽവാനിക് സെല്ലിൽ എങ്ങനെയാണ് ഇങ്ങനെ റിഡോക്സ് റിയാക്ഷൻ നടന്ന് കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ആവുന്നത്, എന്താണ് അവിടുത്തെ പ്രോസസ്സ്, അതാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ടിപ്പിക്കൽ ഗാൽവാനിക് സെൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തുണ്ടാവും, 2 ഇലക്ട്രോഡ്സ് ഉണ്ടാവും ഒബ്വിയസ്ലി അല്ലേ. ഒരു സെൽ എടുത്തു കഴിഞ്ഞാൽ 2 ഇലക്ട്രോഡ് ഉണ്ടാവും, ഒന്ന് ആനോഡായിരിക്കും കാഥോഡായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലാണ് എപ്പോഴും നമ്മൾ എന്ത് എഴുതാം, ആനോഡ് എഴുതാം. ഓക്കെ, ഓക്സിഡൈസ്ഡ് ആവുന്ന ആൾക്കാർ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്കുള്ളത് എന്താണ്, ആനോഡാണ്. ഇവിടെ നമ്മുടെ ഗാൽവാനിക് സെല്ലിൽ നമ്മൾ ആനോഡായിട്ട് യൂസ് ചെയ്യുന്നത് ആരെയാണ്, സിങ്കിനെയാണ്. ആൻഡ് റൈറ്റ് സൈഡിൽ കാഥോഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആരെയാണ്, കോപ്പറിനെയാണ്. ഓക്കെ, അപ്പോൾ സിങ്കും കോപ്പറുമാണ് നമ്മുടെ ഇലക്ട്രോഡുകൾ. അതിൽ സിങ്ക് എന്ന് പറയുന്നത് ആനോഡ് സൈഡിലും ആൻഡ് കോപ്പർ എന്ന് പറയുന്നത് കാഥോഡ് സൈഡിലാണ്. അപ്പോൾ ഇവരെ നമ്മൾ ഈ 2 ഇലക്ട്രോഡ്സിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്, ഒരു എക്സ്റ്റേണലി അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വോൾട്ട് മീറ്റർ അല്ലെങ്കിൽ അമ്മീറ്റർ ഉണ്ട്. അതാണിത്. ഓക്കെ, വോൾട്ട് മീറ്റർ അല്ലെങ്കിൽ അമ്മീറ്റർ. ഇത് ഹാൻഡ് റിട്ടൺ നോട്ടായ കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല വിചാരിച്ചിട്ടാണ് കേട്ടോ വീണ്ടും വരയ്ക്കുന്നത്. അപ്പോൾ ഇതിനെ എക്സ്റ്റേണലി കണക്ട് ചെയ്തിട്ട് നമുക്ക് വോൾട്ട് മീറ്ററോ അമ്മീറ്ററോ ഉണ്ട്. അപ്പം ഇനി ഇൻറ്റേർണലി കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്തുണ്ട്, ഒരു സോൾട്ട് ബ്രിഡ്ജ് ഉണ്ട്. സോൾട്ട് ബ്രിഡ്ജ്, ഇത് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ കേൾക്കുന്നുണ്ടാവുക അല്ലേ, ഒരു സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു സാധനം. അപ്പോൾ ഇൻറ്റേർണലി കണക്ട് ചെയ്തിട്ട് ഒരു സോൾട്ട് ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ ഈ സോൾട്ട് ബ്രിഡ്ജിൻ്റെ ഉദ്ദേശ്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ ഈ സിങ്കിനെയും കോപ്പറിനെയും നമ്മൾ ഓരോ ഇലക്ട്രോഡുകളിലാണ് പ്ലേസ് ചെയ്തിടണം അല്ലേ. സിങ്ക് വരുന്നത് ആനോഡിലും ആൻഡ് കോപ്പർ വരുന്നത് കാഥോഡിലും. അപ്പോൾ സിങ്ക് നമ്മൾ വെച്ചിരിക്കുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് 1 മോളാർ ZnSO4ലാണ് നമ്മൾ ഈ സിങ്കിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതിലെന്താണ്, ഒരു മോള് ZnSO4 ആണ് ഇതിലിരിക്കുന്നത്. ആൻഡ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോപ്പർ ഇലക്ട്രോഡിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് 1 മോളാർ CuSO4ലാണ്. അപ്പോൾ സിങ്ക് ഇലക്ട്രോഡിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് 1 മോളാർ ZnSO4ലും കോപ്പർ ഇലക്ട്രോഡിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് 1 മോളാർ CuSO4ലും. അപ്പം ഇവരിൽ എന്താ ഉണ്ടാവും, അയോൺസുകൾ ഉണ്ടാവും. ആ അയോൺസിൻ്റെ ട്രാൻസ്ഫർ കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്തുള്ളത്, സോൾട്ട് ബ്രിഡ്ജ് ഉള്ളത്. അപ്പോൾ ഈ സോൾട്ട് ബ്രിഡ്ജിൽ എന്താണെന്ന് വെച്ചാൽ അതിലുണ്ടാവും കുറച്ച് സൊല്യൂഷൻ. ആ സൊല്യൂഷൻ ആരൊക്കെ കൂടിയിട്ടുള്ള സൊല്യൂഷനാണ്, ഇനേർട്ടായിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സ്. ഇനേർട്ടായിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സ്, അതായത് KCl, KNO3 അല്ലെങ്കിൽ NH4NO3 പോലത്തെ ഇനേർട്ടായിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യും, അഗർ സൊല്യൂഷനായിട്ട് മിക്സ് ആക്കും, ഒരു ജെല്ലി ഫോമിൽ കിട്ടും. ഓക്കെ, അതാണ് ആ സൊല്യൂഷനുള്ള ഒരു ഇൻവേർട്ടഡ് ആയിട്ടുള്ളൊരു യൂട്യൂബിനെയാണ് എന്താ പറയുക, സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, എങ്ങനെ ഇലക്ട്രിക് സർക്യൂട്ടിനെ കംപ്ലീറ്റ് ചെയ്യും, അവിടെയുള്ള അയോൺസിൻ്റെ ഫ്ലോ കുറച്ചും കൂടി എളുപ്പമാക്കിയിട്ട്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സംഭവമൊക്കെയാണ് ഈ സോൾട്ട് ബ്രിഡ്ജ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞു സിങ്ക് എന്താണ്, ആനോഡിലാണ് ഇരിക്കുന്നത് അല്ലേ. സോ ആനോഡിലിരിക്കുന്ന ഈ സിങ്ക് എന്തുണ്ടാവും, ഓക്സിഡേഷനാണ് അണ്ടർഗോ ചെയ്യുക ആണല്ലോ. കാഥോഡിലുള്ള കോപ്പർ എന്ത് ചെയ്യും, റിഡക്ഷൻ അണ്ടർഗോ ചെയ്യും. അപ്പം ഇവർ എങ്ങനെയാണ് ഈ റിയാക്ഷൻസ് അണ്ടർഗോ ചെയ്യണമെന്നാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ സിങ്ക് നമ്മൾ പറഞ്ഞു ഓക്സിഡേഷനാണ്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇലക്ട്രോൺസിനെ കൊടുക്കാനുള്ള കഴിവ് അല്ലേ. അപ്പോൾ Zn gives Zn2 plus
പ്ലസ് 2 ഇലക്ട്രോൺ എന്ന് വരും. ആൻഡ് കോപ്പർ എന്ത് വരും? ഇലക്ട്രോൺസിനെ നമ്മുടെ റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയോൺസിനെ റിസീവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം Cu2+ ആണ് നമുക്കുള്ള അയോൺസ്, അത് 2 ഇലക്ട്രോൺസിനെ റിസീവ് ചെയ്തു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? Cu കിട്ടി ആണല്ലോ. അപ്പം നമ്മുടെ ടോട്ടൽ റിയാക്ഷൻ എങ്ങനെ വരും? ടോട്ടൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ഇലക്ട്രോണും ക്യാൻസലായി. സോ Zn പ്ലസ് Cu2+ gives Zn2+ പ്ലസ് Cu. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ. ഓക്കെ, ടോട്ടൽ സെൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാൽവാനിക് സെല്ലിൻ്റെ റിയാക്ഷൻ, ഓവറോൾ റിയാക്ഷൻ ഇതാണ്. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എന്തൊക്കെ പറഞ്ഞു? ആദ്യം എന്താണ് ഈ ഗാൽവാനിക് സെൽ എന്ന് പറഞ്ഞു അല്ലേ. അത് കഴിഞ്ഞ് ഈ ഗാൽവാനിക് സെല്ലിൻ്റെ ഉള്ളിലുള്ള പ്രോസസ്സ് എങ്ങനെയാണ് അയോൺസ് ട്രാൻസ്ഫറും കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ സിങ്കിൻ്റെ ഓക്സിഡേഷൻ റിയാക്ഷനും കോപ്പറിൻ്റെ റിഡക്ഷൻ റിയാക്ഷനും ടോട്ടൽ റിയാക്ഷനും എന്താണെന്നുള്ളത് പറഞ്ഞു. ഇതാണ് നമ്മുടെ ഈ PDF എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് പറയാനുള്ളത്, ഇതിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എഴുതിയിട്ടുണ്ട്. ദ ഇലക്ട്രോഡ് ദാറ്റ് ഹാസ് ഗോട്ട് ദ മാക്സിമം ടെൻഡൻസി ടു ലൂസ് ഇലക്ട്രോൺ അണ്ടർഗോ ഓക്സിഡേഷൻ ആൻഡ് ഹിയർ ദാറ്റ് ഇലക്ട്രോഡ് ഇസ് ദി ആനോഡ് ആൻഡ് ആനോഡ് ഇസ് എ നെഗറ്റീവ് ഇലക്ട്രോഡ് ദാറ്റ് ഷുഡ് ബി റിട്ടൺ ഓർ ഡ്രോൺ ഓൺ LHS ദാറ്റ് വിൽ കൊറോഡ്. അതായത് നമ്മുടെ ഈ ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യുന്ന ഇലക്ട്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്തുണ്ടാവും? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യാൻ മാക്സിമം ടെൻഡൻസി ഉള്ളൊരു റിയാക്ഷനാണ്. അപ്പോൾ അങ്ങനെ ടെൻഡൻസി ഉള്ളൊരു ഇലക്ട്രോഡിനാണ് ഓക്സിഡേഷനെ നടത്താൻ സഹായിക്കുള്ളൂ. ആൻഡ് ദാറ്റ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കേസിൽ ആനോഡാണ്. അപ്പോൾ ആനോഡ് എന്താണ്? ഒരു നെഗറ്റീവ് ഇലക്ട്രോഡാണ്. മനസ്സിലാക്കണം. നമ്മുടെ കണ്ടീഷൻസും കാര്യങ്ങളും അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ ഇലക്ട്രോഡും എന്താണെന്നുള്ളത് പറയുക. അപ്പോൾ ഇവിടെ ആനോഡ് എന്താണ്? നെഗറ്റീവ് ഇലക്ട്രോഡാണ്. അത് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ആൻഡ് അത് നെഗറ്റീവ് ഇലക്ട്രോഡ് ആരാണോ അവരെന്താവും? കൊറോഡാവും. ആ കൊറോഡാവുന്ന ആൾക്കാരെയാണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതുക. അതായത് നമുക്ക് സെൽ റെപ്രസെൻറ്റേഷൻ പറഞ്ഞിട്ടൊരു അടുത്ത ടോപ്പിക് ഉണ്ട്, അതിൽ നമുക്ക് ആവശ്യമുണ്ട് ഈ ഒരു കാര്യം. അപ്പം അടുത്ത ടോപ്പിക്കുകളിലേക്ക് നമുക്ക് കിടക്കാം. സെൽ റെപ്രസെൻറ്റേഷൻ ആരായി മാറി. ഒരു എളുപ്പ വഴിയാണ് മനസ്സിലാക്കാൻ. സെൽ റെപ്രസെൻറ്റ് ചെയ്യുക പറഞ്ഞിട്ട് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. അതായത് ഇതാണ് നമ്മുടെ ട്രിക്ക്. ഓക്കെ, ആരായി മാറി അതാണ് നോക്കേണ്ടത്. ഈ ആരായി മാറി എവിടെയാണ് അപ്ലൈ ചെയ്യണമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് ഇത് മനസ്സിലാക്കാം. റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് വരേണ്ടത്? ആനോഡിൽ ആരാണോ അത് ബാർ അയോൺസ് ഇൻ ദ സൊല്യൂഷൻ. അതായത് ആനോഡ് ഒരു സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിരിക്കാവുമല്ലോ, ആ സൊല്യൂഷനിലുള്ള അതിൻ്റെ അയോൺ ക്ലിയർ ആക്കി തരാം, പേടിക്കണ്ട. ഡബിൾ ബാർ അയോൺസ് ഇൻ സൊല്യൂഷൻ ബാർ കാഥോഡ്. അതായത് കാഥോഡ് നമ്മളൊരു സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കാവും, ആ സൊല്യൂഷനിലുള്ള അയോൺ. ഓക്കെ, അപ്പോൾ നടുവിൽ 2 വരെ സോൾട്ട് ബ്രിഡ്ജാണെന്ന് വിചാരിക്കാം. ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ആനോഡിനെ കാണിക്കുന്നത് ആൻഡ് റൈറ്റ് സൈഡിലാണ് നമ്മൾ വരയ്ക്കുമ്പോഴും അങ്ങനെയാണല്ലോ കാണിക്കുന്നത്. കാഥോഡാണ് റൈറ്റ് സൈഡിൽ വരുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആനോഡ് ബാർ അയോൺസ് ഇൻ സൊല്യൂഷൻ ഡബിൾ ബാർ അയോൺസ് ഇൻ സൊല്യൂഷൻ ബാർ കാഥോഡ്. അതായത് നമ്മുടെ ആ ഗാൽവാനിക് സെൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഗാൽവാനിക് സെൽ വരുന്നത്? ഇങ്ങനെ അല്ലേ. ഇവിടെ നമുക്ക് 2 ഇലക്ട്രോഡ് ഉണ്ട്. ഒന്ന് സിങ്കാണ്, ഒന്ന് എന്താണ്? കോപ്പറാണ്. സോ ഇതിനെ കണക്ട് ചെയ്തിട്ട് നമുക്കൊരു വോൾട്ട് മീറ്റർ അല്ലെങ്കിൽ എമ്മീറ്ററോ എന്തെങ്കിലും ഉണ്ടാവും എക്സ്റ്റേണലി കണക്ട് ചെയ്തിട്ട്. ആൻഡ് ഹിയർ വി ഹാവ് ദ സോൾട്ട് ബ്രിഡ്ജ് അല്ലേ. ഇൻറ്റേർണലി കണക്ട് ചെയ്തിട്ടൊരു സോൾട്ട് ബ്രിഡ്ജ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് എന്തായിരുന്നു? ZnSO4 ആയിരുന്നു, 1 മോളർ ZnSO4 സൊല്യൂഷൻ. ഇത് നമ്മുടെ സിങ്ക് റോഡ്, ഇത് നമ്മുടെ കോപ്പർ റോഡ്, ഇത് നമുക്ക് CuSO4 സൊല്യൂഷനായിരുന്നു. അപ്പോൾ എന്തുണ്ടായി? നമ്മൾക്ക് ഈ സിങ്ക് SO4നെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? Zn2 പ്ലസ് SO4 2- എഴുതി കൂടെ. ആൻഡ് ഈ CuSO4നെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ Cu2 പ്ലസ് SO4 2- എഴുതി കൂടെ. ഓക്കെ, സോ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു. ഇനി സെൽ റെപ്രസെൻറ്റേഷൻ വഴി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കുക, ആനോഡ് ബാർ അയോൺസ് ഇൻ സൊല്യൂഷൻ. ലെഫ്റ്റിലാണല്ലോ നമ്മൾ ആനോഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ആനോഡിനെ എപ്പോഴും നമ്മൾ ലെഫ്റ്റിൽ എഴുതണം ആൻഡ് കാഥോഡ് ആരാണോ അവരെ റൈറ്റിൽ എഴുതണം. എന്നാലേ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ എളുപ്പമാവുള്ളൂ.
അങ്ങനെയാണ് ദ റൈറ്റ് വേ ഓഫ് റെപ്രസെൻറ്റേഷൻ. ഓക്കെ, അപ്പം ആനോഡാണ് ലെഫ്റ്റിലുള്ളത്. നമ്മുടെ ആനോഡ് ആരാണ്? സിങ്കാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം Zn എഴുതണം. Zn ബാർ. ഇനി അയോൺസ് ഇൻ സൊല്യൂഷൻ. സിങ്ക് ഡിപ്പ് ചെയ്തതിൻ്റെ സൊല്യൂഷൻ എന്താ? ZnSO4. അതിൽ അയോൺ ആരാ? നമ്മുടെ Zn2+. അപ്പോൾ Zn2+ എഴുതി. ഡബിൾ ബാർ അയോൺസ് ഇൻ സൊല്യൂഷൻ, അതായത് കാഥോഡിൻ്റെ സൈഡ്. ഇനി അതല്ലേ ഉള്ളൂ. അപ്പോൾ അതെന്താ? കാഥോഡ് ഏതിലാണ് ഡിപ്പ് ചെയ്തതെന്ന്? CuSO4 അല്ലേ. അപ്പോൾ Cu2+ ആണ് നമ്മുടെ അയോൺ. ബാർ കാഥോഡ് ആരായിരുന്നു? Cu. ഇതാണ് ഗാൽവാനിക് സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ. മനസ്സിലായോ? എളുപ്പമായി വിചാരിക്കണോ? ആനോഡിൽ ആരാണോ ആ ആനോഡിലുള്ള ആറ് ബാർ അത് ഏത് സൊല്യൂഷനിലാണ് ഡിപ്പ് ചെയ്യുന്നത്? അതിൻ്റെ അയോണ് Zn2+ ആയിരുന്നു. ഡബിൾ ബാർ കാഥോഡിലെ സൊല്യൂഷൻ എന്താണോ അതിൻ്റെ അയോണ്. ബാർ കാഥോഡ്. ഓക്കെ, എങ്ങനെയാണ് സെൽ റെപ്രസെൻറ്റേഷൻ. ഇനി ആരായി മാറി? അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആനോഡ് ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്ത് എന്തായി മാറുന്നു? അയോൺസിനെ റിലീസ് ചെയ്യുന്നു. അതുവഴി അതെന്താവുന്നത്? Zn2+ ആണ് ആവുന്നത് അല്ലേ. ഒന്ന് നോക്കാം. ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യാണ് ആനോഡ് ചെയ്യുന്നത്. അപ്പോൾ Zn എന്തായി? Zn2+ ആയി മാറി. അതെങ്ങനെ Zn2+ ആയി മാറി? 2 ഇലക്ട്രോണിനെ റിലീസ് ചെയ്തിട്ട്. അപ്പോൾ ആനോഡിൽ എന്ത് സംഭവിച്ചു? Zn2+ ആയിട്ട് മാറി. ആരായി മാറി? ആനോഡിൻ്റെ അയോണായിട്ട് മാറി അല്ലേ. Zn2+ ആയി മാറി. അതാണ് ഇവിടെ നമ്മൾ കാണിക്കുന്നത് അല്ലേ. ആനോഡ് ബാർ അയോൺസ് ഇൻ സൊല്യൂഷൻ ആണ്. Zn2+ ആയി മാറി. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഈ കാഥോഡ് സൈഡാണ്. കാഥോഡ് സൈഡിൽ നമ്മൾ എന്താണ് അണ്ടർഗോ ചെയ്തിരുന്നത്? റിഡക്ഷനാണ് അണ്ടർഗോ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മുടെ Cu2+ ആയിരുന്നു നമുക്കുണ്ടായിരുന്ന സൊല്യൂഷൻ. അത് 2 ഇലക്ട്രോൺസിനെ വാങ്ങിയിട്ട് റെഡ്യൂസ്ഡ് ആവുകയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ എന്തായി? Cu ആയി. അപ്പോൾ Cu2+ Cu ആയി മാറി. അത് തന്നെയല്ലേ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുമ്പോഴും നമ്മൾ എഴുതുന്ന Cu2+ Cu ആയി മാറി. മനസ്സിലായോ? ഇതാണ് ആരായി മാറി എന്നുള്ളത്. അതൊരു എളുപ്പ വഴിയാണ്. നമുക്ക് എങ്ങനെ ഇൻ കേസ് ലാസ്റ്റ് നമുക്കൊരു ഡൗട്ട് വരികയാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ഇമാജിൻ ചെയ്താൽ മതി. ആരാണ് റെഡ്യൂസ്ഡ് ആവുന്നത്, ആരാണ് ഓക്സിഡൈസ്ഡ് ആവുന്നത്. അപ്പോൾ അവർ എങ്ങനെയായി മാറി, ആരായി മാറി എന്നൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കത് എളുപ്പമായിട്ട് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കാണ് എന്ത് പറഞ്ഞാൽ കോൾറാഷസ് ലോ. വെരി ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് കോൾറാഷസ് ലോ. അപ്പോൾ കോൾറാഷസ് ലോ എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഇതിന് 2 ഡെഫിനിഷൻ ഉണ്ട്. എനിക്ക് കുറച്ചും കൂടിയും പ്രിഫറബിൾ ആയിട്ടുള്ളത് ഇത് കുറച്ച് ബ്ലേർഡ് ആണല്ലേ ഭാഗം. അത് ഞാൻ എഴുതി തരാം കേട്ടോ. അപ്പം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എനിക്ക് കുറച്ചും കൂടിയും പ്രിഫറബിളായി തോന്നിയിട്ടുള്ളത് സെക്കൻഡ് ഡെഫിനിഷനാണ്. എന്നാലും ഇത് രണ്ടും പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതെടുക്കും. അപ്പോൾ കോൾറാഷസ് ലോ പറയുന്നത് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ when the dissociation of electrolyte is complete, each ion makes a definite contribution towards the molar conductance of electrolyte irrespective of the nature of other ion with which it is associated. അതായത് നമ്മൾ ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ എടുക്കുന്ന കേസ് അല്ലെങ്കിൽ സീറോ കോൺസെൻട്രേഷൻ്റെ കേസ്, ആ കേസിൽ എന്താണ്? ഡിസോസിയേഷൻ കംപ്ലീറ്റ് ആണ് അല്ലേ. നമ്മൾ പറഞ്ഞിരുന്നു മുമ്പ് ഇലക്ട്രോലൈറ്റിൻ്റെ ഡിസോസിയേഷൻ കംപ്ലീറ്റ് ആവുന്ന ഒരു പോയിൻ്റാണ് സീറോ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഡൈല്യൂഷൻ ആണല്ലോ. ഇൻഫിനിറ്റ് ആയിട്ട് ഡൈല്യൂട്ടഡ് ആയി, അതായത് എല്ലാവരും കംപ്ലീറ്റ്ലി അയോൺസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്തു. അപ്പോൾ ഓരോ അയോണിനും എന്തുണ്ട്? ആ ഇലക്ട്രോലൈറ്റിൻ്റെ മോളാർ കണ്ടക്റ്റൻസിലേക്ക് കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഒരു ഡെഫിനിറ്റ് കോൺട്രിബ്യൂഷൻ അവർ കൊടുക്കുന്നുണ്ട്. ഏത് അയോണാണോ അതിൻ്റെ ഒപ്പം ഉള്ളത് ഒന്നും നോക്കാണ്ട് ഓരോരുത്തർക്കും എന്തുണ്ട്? ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതാണ് കോൾറാഷസ് ലോ പറയുന്നത്. ഇനി രണ്ടാമത്തെ ഡെഫിനേഷൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടത് ഇവിടെ കാണിക്കാം കേട്ടോ. ഈ പേജ് എടുത്തപ്പം കുറച്ചൊന്ന് ക്ലാരിറ്റി കുറഞ്ഞു പോയി. അപ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ മോളാർ കണ്ടക്റ്റൻസ് ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ ഇസ് ദ സം ഓഫ് മോളാർ കണ്ടക്റ്റൻസ് ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺ എന്നാണ്. അതായത് ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ കണ്ടക്റ്റൻസ്, മോളാർ കണ്ടക്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാനാണെങ്കിൽ ഇൻഫിനിറ്റ് ഡൈല്യൂഷനിൽ കേട്ടോ, ഇൻഫിനിറ്റ് ഡൈല്യൂഷനിൽ നമുക്കൊരു ഇലക്ട്രോലൈറ്റിൻ്റെ മോളാർ കണ്ടക്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? കാറ്റയോണിൻ്റെയും ആനയോണിൻ്റെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മോളാർ കണ്ടക്റ്റൻസിനെ ഒക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കാറ്റയോണിൻ്റെയും ആനയോണിൻ്റെയും മോളാർ കണ്ടക്റ്റൻസിനെ സമ്മാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഇലക്ട്രോലൈറ്റിൻ്റെ മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ അല്ലെങ്കിൽ സീറോ കോൺസെൻട്രേഷൻ ഉള്ളത് കിട്ടും. ഓക്കെ, അതായത് നമ്മളിവിടെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഞാനിവിടെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളെടുക്കുന്ന എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഇലക്ട്രോലൈറ്റ്, for the electrolyte AX
BY ഒരു ജനറൽ എക്സാമ്പിൾ എടുക്കുന്നതാണ്. അപ്പോൾ ഒരു ഇലക്ട്രോലൈറ്റ് എടുത്തു നമ്മൾ AXBY. അതിനെ നമ്മളെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? X ഇൻറ്റു A റേസ് ടു Y പ്ലസ് Y ഇൻറ്റു B റേസ് ടു X മൈനസ്. ഇതെൻ്റെ പിള്ളേരാണെങ്കിൽ, എൻ്റെ ഫുൾ എല്ലാ വീഡിയോസും കണ്ടിട്ടുള്ള പിള്ളേരാണെങ്കിൽ അറിയാൻ പറ്റും എങ്ങനെ ഞാനിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു എന്നുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുള്ളതാണ് ഇതിന്. അപ്പം ഇങ്ങനെയാണ് ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ നമ്മൾ എക്സാമ്പിൾ എടുത്തിരിക്കുന്നത്. AXBY ഗിവ്സ് XAY A റേസ് ടു Y പ്ലസ് Y B റേസ് ടു X മൈനസ്. അപ്പം ഇതിനെ നമ്മൾ ഈ ഒരു AXBYൻ്റെ ടോട്ടൽ മോളാർ കണ്ടക്റ്റൻസ് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ലാംഡ മോളാർ ഓഫ് AXBY ഇസ് ഈക്വൽ ടു നമ്മുടെ കോൾറാഷ്യസ് ലോ പ്രകാരം നമുക്ക് എന്ത് ചെയ്താൽ മതി? കാറ്റയോൻ്റെയും ആനയോൻ്റെയും മോളാർ കണ്ടക്റ്റൻസുകൾ സം ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ X മോൾസ് ഓഫ് AY പ്ലസ് ഉണ്ടല്ലോ. അപ്പോൾ X ഇൻറ്റു ലാംഡ മോളാർ ഓഫ് AY പ്ലസും പ്ലസ് Y ടൈംസ് Y പ്രാവശ്യം B റേസ് ടു X മൈനസ് ഉണ്ടല്ലോ. അപ്പോൾ Y ടൈംസ് ലാംഡ മോളാർ ഓഫ് B റേസ് ടു X മൈനസും വരും. ആൻഡ് ഇത് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ അല്ലെങ്കിൽ സീറോ കോൺസെൻട്രേഷനിലായതുകൊണ്ട് നമ്മളിവിടെ ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡായിട്ട് സീറോ കോൺസെൻട്രേഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സീറോയും കൂടി ഇടാം. സോ ഇങ്ങനെയാണ് എന്ത് പറഞ്ഞാൽ കോൾറാഷ്യസ് ലോ പ്രകാരം നമ്മളൊരു ഇലക്ട്രോലൈറ്റിൻ്റെ മോളാർ കണ്ടക്റ്റൻസ് കണ്ടുപിടിക്കാം. മനസ്സിലായി വിചാരിക്കണോ? നമ്മളൊരു എന്താ പറയുക, ഒരു ഇലക്ട്രോലൈറ്റ് എടുത്തു AXBY. ആ AXBYനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുന്നത് XAY പ്ലസ് എന്നും Y B X മൈനസ് എന്നുമാണ്. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാമെന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്കിതും കൂടി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നമ്മളെന്താണ് ഒരു AXBYൻ്റെ മോളാർ കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡ മോളാർ AXBY ഇസ് ഈക്വൽ ടു ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാറ്റയോൻ്റെയും ആനയോൻ്റെയും മോളാർ കണ്ടക്റ്റൻസ് സം ചെയ്യുന്നതാണ്. അപ്പം X ടൈംസ് എന്തുണ്ട്? AY പ്ലസ് ഉണ്ട്. അപ്പോൾ X ഇൻറ്റു ലാംഡ മോളാർ ഓഫ് AY പ്ലസ് Y ടൈംസ് എന്തുണ്ട്? B റേസ് ടു X മൈനസ് ഉണ്ട്. അപ്പോൾ Y ഇൻറ്റു ലാംഡ മോളാർ ഓഫ് B റേസ് ടു X മൈനസും കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്തുണ്ട് കോൾറാഷ്യസ് ലോ പ്രകാരം നമ്മളൊരു ഇലക്ട്രോലൈറ്റിൻ്റെ മോളാർ കണ്ടക്റ്റൻസ് കാണുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, എപ്പോഴും എക്സാമിന് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡിറ്റർമിനേഷൻ ഓഫ് ലാംഡ മോളാർ അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്. ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായി അല്ലേ, ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന് നമുക്ക് എന്ത് കാണാൻ പറ്റില്ല? ഇൻഫിനിറ്റ് ഡൈല്യൂഷനിൽ ലാംഡ മോളാർ കാണാൻ പറ്റില്ല. സോ അത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ നമുക്ക് ലാംഡ മോളാർ കാണണമല്ലോ ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ അല്ലെങ്കിൽ സീറോ കോൺസെൻട്രേഷനിൽ. സോ അത് കാണാനുള്ളൊരു മെത്തേഡാണ് എന്ത് പറഞ്ഞാൽ കോൾറാഷ്യസ് ലോ പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ദ ലാംഡ മോളാർ വാല്യൂ ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ് കനോട്ട് നോട്ട് ബി ഒബ്റ്റെയിൻ ഫ്രം ദ ഗ്രാഫ് ഫോർ സച്ച് ഇലക്ട്രോലൈറ്റ്സ് അല്ലേ. വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ആണെങ്കിൽ അവർക്ക് ഗ്രാഫിൽ നിന്ന് നമ്മൾ മറ്റേ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിനെ കണ്ട പോലെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല ലാംഡ മോളാർ. അപ്പോൾ അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ, ഓക്കെ, ടു ബി നോട്ടഡ്, അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷനിൽ നമുക്ക് എന്ത് കാണാൻ പറ്റില്ല? ഇങ്ങനത്തെ വീക്ക് ഇലക്ട്രോലൈറ്റ്സിൻ്റെ ലാംഡ മോളാർ കാണാൻ പറ്റില്ല. സോ അതിന് വേണ്ടിയിട്ട് വി ക്യാൻ അപ്ലൈ എന്ത് ചെയ്യാം? കോൾറാഷ്യസ് ലോ അപ്ലൈ ചെയ്യാം. സോ കൺസിഡർ എ വീക്ക് ഇലക്ട്രോലൈറ്റ് CH3COOH. അപ്പോൾ കോൾറാഷ്യസ് ലോ പ്രകാരം എങ്ങനെ നമുക്ക് ലാംഡ മോളാർ കാണാം? ലാംഡ മോളാർ അറ്റ് സീറോ കോൺസെൻട്രേഷൻ ഇസ് ഈക്വൽ ടു CH3COH, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോ, ബിക്കോസ് അതെന്താ വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. ലാംഡ മോളാർ ഓഫ് CH3COO മൈനസ് പ്ലസ് ലാംഡ മോളാർ ഓഫ് H പ്ലസ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മളൊരു വീക്ക് ഇലക്ട്രോലൈറ്റ് ഇവിടെ എടുത്തു. ആ വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ് എന്ത്? CH3COOH. COOH. അപ്പോൾ ഇതിനെ നമ്മൾക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? എപ്പോഴും വീക്ക് ഇലക്ട്രോലൈറ്റ്സിനെ നമ്മളിങ്ങനെ ഡബിൾ ഹാഫിലുള്ള ഒരു ആരോ മാർക്ക് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാറ്. അപ്പം എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം നമ്മൾ? CH3COO മൈനസും H പ്ലസുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ. രണ്ടിനും ഓരോ മോള് വീതമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ലാംഡ മോളാർ ഓഫ് CH3COH കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ലാംഡ മോളാർ അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ അല്ലെങ്കിൽ സീറോ കോൺസെൻട്രേഷൻ ഓഫ് CH3
COOH ഇസ് ഈക്വൽ ടു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാറ്റയോണിൻ്റെ ആനയോണിൻ്റെയും ലാംഡ മോളാർ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. അപ്പോൾ ലാംഡ മോളാർ ഓഫ് CH3COO മൈനസ് പ്ലസ് ലാംഡ മോളാർ ഓഫ് H പ്ലസ്. ഓക്കെ, മനസ്സിലായോ? ഇങ്ങനെയാണ് കാണുക. ഓക്കെ, സോ ടു ഡിറ്റർമിൻ ദ ലാംഡ മോളാർ CH3COOH എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതി എന്താണ്, ഈ കോൾട്രാഷസ് ലോ തന്നെ, പക്ഷേ വേറൊരു രീതിയിലേക്ക് നമുക്കിത് കാണാൻ പറ്റും. ഇൻ ഓർഡർ ടു ഡിറ്റർമിൻ ദ ലാംഡ മോളാർ CH3COOH എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് a strong electrolyte CH3COO HCl NaCl are selected. Since they are strong electrolyte, their lambda molar can be determined graphically. So അത് എങ്ങനെയാണ് എഴുതിക്കുന്നത്? ലാംഡ മോളാർ CH3COOH ഇസ് ഈക്വൽ ടു ലാംഡ മോളാർ CH3COO പ്ലസ് ലാംഡ മോളാർ HCl മൈനസ് ലാംഡ മോളാർ NaCl. അതായത് നമുക്കൊരു CH3COH എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീക്ക് ഇലക്ട്രോലൈറ്റാണ്. ആ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ മോളാർ കണ്ടക്റ്റൻസ് നമുക്ക് ഗ്രാഫിക്കലി കാണാൻ പറ്റില്ല. സോ ഒരു വേ നമ്മൾ പറഞ്ഞത് അവരുടെ കാറ്റയോണും ആനയോണും ആ വീക്ക് ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള CH3COHൻ്റെ ഇൻഡിവിജ്വൽ കാറ്റയോൺ ആനയോൺസ് എന്ത് ചെയ്യാം, ആഡ് ആക്കിയിട്ട് അതിൻ്റെ ലാംഡ മോളാർ കണ്ടക്റ്റൻസ് കണ്ടിട്ട് അത് ആഡ് ആക്കിയിട്ട് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അതാണ് ഫസ്റ്റത്തെ മെത്തേഡ്. രണ്ടാമത്തെ ഈ കോൾട്രാഷസ് ലോ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ലാംഡ മോളാർ ഓഫ് CH3COH കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിനെ എടുക്കാം. അതായത് CH3COO HCl NaCl പോലത്തെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ്. ആ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിനെ നമുക്ക് ഗ്രാഫിക്കലി അതിൻ്റെ മോളാർ കണ്ടക്റ്റൻസ് കാണാൻ പറ്റുമല്ലോ. സോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കോൾട്രാഷസ് ലോ അപ്ലൈ ചെയ്യാം. അതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് ആദ്യം നോട്ട് ചെയ്യാം. നമുക്ക് CH3COOH ആണ് വേണ്ടത് അല്ലേ, CH3COOH ആണ് വേണ്ടത്. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആരൊക്കെയുണ്ട്, CH3COO ഉണ്ട്. ഇന്നലെ ഇതിലൊക്കെ ആരൊക്കെ ആഡ് ചെയ്യണം, അതൊക്കെ സബ്ട്രാക്ട് ചെയ്താലാണ് ഇത് കിട്ടുക എന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യാണ്, ആൾക്കാരെ എഴുതി വയ്ക്കുകയാണ്. പിന്നെ HCl ഉണ്ട്, പിന്നെ NaCl ഉണ്ട് അല്ലേ. അപ്പം CH3COOH അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ആൾക്കാർ CH3COO HCl NaCl ഇവരാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ്. അപ്പോൾ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിനൊക്കെ കൂടിയിട്ട് ആഡ് ആക്കുകയാണെങ്കിൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന് നമുക്ക് ഗ്രാഫിക്കിൽ കിട്ടും. അപ്പോൾ CH3COO ഉണ്ട്, HCl ഉണ്ട്, NaCl ഉണ്ട്. ഇനി ഒന്ന് ആലോചിക്കാം, നമുക്ക് CH3COOH ആണ് വേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് ആഡ് ആക്കേണ്ടത് CH3COO ആണ്, അതെന്തായാലും വേണം. സോ അത് പോസിറ്റീവ്. ഇനി നമുക്ക് ഇതിൽ വേണ്ട, അതിന് പകരം Cl ആണ് വേണ്ടത്. അപ്പം നമുക്ക് എന്ത് വേണം, നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇത് ഈ NaClന് ഇതിന്ന് -C ആണ് വേണ്ടത് ആണല്ലോ. വേണ്ട, Cl ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ മൈനസ് ചെയ്തു. പിന്നെ HCl H ആണ് നമുക്ക് കയറ്റേണ്ടത് ആണല്ലോ, H കയറ്റേണ്ട കാരണം പ്ലസ്. ഇങ്ങനെ ആലോചിക്കാം. CH3COO നമുക്ക് വേണം. ആദ്യത്തെ ആളെ നോക്കുക. നമ്മൾ തന്നിരിക്കുന്ന സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിൽ ഒരു എളുപ്പവഴിയാണ് കേട്ടോ പറയുന്നത്. നമുക്ക് തന്നിരിക്കുന്ന സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിൽ ആരൊക്കെയാണ്, CH3COO ആണ്. അതിൽ നമുക്ക് CH3COH ആണ് നമുക്ക് മെയിൻ ആവശ്യമായിട്ടുള്ള ആൾ. അതിൽ CH3COO നമുക്ക് തന്നിരിക്കുന്ന ആളിൽ ആദ്യത്തെ പാർട്ട് ലൈക്ക് നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. CH3COO എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ CH3COO ഒരെണ്ണം വേറെ ഒരെണ്ണമല്ലേ, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. അതിൽ ആദ്യം എഴുതുന്ന പാർട്ട് ഉണ്ടല്ലോ, അതായത് ഇവിടെ CH3COO അത് നമുക്ക് നമ്മുടെ ആവശ്യമായിട്ടുള്ള കമ്പൗണ്ടിൽ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടല്ലോ, സോ അത് നമുക്ക് ആവശ്യമുണ്ട്. സോ അതെന്താണ്, അതൊരു പോസിറ്റീവാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ HCl എടുത്തു. HClനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ H പ്ലസ് എന്നും Cl മൈനസ് എന്നും ആണല്ലോ. അപ്പം നമുക്ക് H ആവശ്യമുണ്ടോ, നമ്മുടെ മുന്നിൽ ആവശ്യമുണ്ട്. അപ്പോൾ അതും പോസിറ്റീവ്. ഇനി അടുത്തത് ആളുള്ളതെന്ന് പറഞ്ഞാൽ NaCl നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ Na പ്ലസ് എന്നും Cl മൈനസ് ആണ് വരിക. അപ്പോൾ ആദ്യത്തെ ആളെന്ന് പറഞ്ഞാൽ Na നമുക്ക് ആവശ്യമുണ്ടോ, ഇല്ല, സോ മൈനസ്. അപ്പോൾ ഇതിൻ്റെ ലാംഡ മോളാർ എങ്ങനെ കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ലാംഡ മോളാർ എഴുതുകയാണെങ്കിൽ ശ്രദ്ധിക്കാം, ലാംഡ മോളാർ ഓഫ് ഇൻഫിനിറ്റ് ഡയലൂഷനിലെ CH3COOH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും, ലാംഡ മോളാർ ഓഫ് CH3COO പ്ലസ് ലാംഡ മോളാർ ഓഫ് HCl അല്ല പിന്നെ HCl
മൈനസ് ലാംഡ മോളാർ ഓഫ് NaCl. ഓക്കെ, ഇത് തന്നെയല്ലേ അവർ ഇവിടെ എഴുതണേ, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ അത്രയും സിമ്പിളാണ്, ബട്ട് പവർഫുള്ളാണ്. ഓക്കെ, ഇത് നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് എഴുതാൻ അറിയണം, എന്നാലേ കാര്യമുള്ളൂ. മനസ്സിലായി വിചാരിക്കണം.